എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ ഹിറ്റാച്ചി ആവട്ടെ അവൻ സാസുകയെ കാണും. സാസുകയെ കണ്ട ഉടനെ ഇപ്പൊ ഹിറ്റാച്ചി പഴയ ഓർമ്മകളിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് ഇപ്പൊ ഹിറ്റാച്ചി ആവട്ടെ അവൻ കത്തിയൊക്കെ വെച്ച് ഇപ്പൊ വമ്പം പ്രാക്ടീസിലാണ്. അവന്റെ തൊട്ടടുത്തായിട്ട് ഇപ്പൊ സാസുക ആവട്ടെ അതൊക്കെ നോക്കി അങ്ങനെ ഇരിക്കും. അപ്പൊ സാസുക ഇപ്പൊ ഹിറ്റാച്ചിയോട് പറയും, എനിക്ക് നിന്നെ പോലെ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ എപ്പോഴും ചോദിക്കില്ലേ എനിക്ക് ട്രെയിനിങ് തരാനായിട്ട്, ഇപ്പോഴെങ്കിലും നിനക്ക് എനിക്ക് ട്രെയിനിങ് തന്നൂടെ? അതിന് ഹിറ്റാച്ചി പറയും, ഞാനിന്ന് പ്രാക്ടീസ് ചെയ്ത് ഓൾറെഡി ഒരുപാട് ടയർഡാണ്. അതുകൊണ്ട് മറ്റൊരു ദിവസം ഉറപ്പായിട്ടും എന്റെ മുത്തിന് ഞാൻ തന്നെ ട്രെയിനിങ് തരും. അതിന് സാസുക അവൻ ടെൻഷനായിട്ട്, എന്നെ കൊണ്ട് പറ്റില്ല, നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, എനിക്ക് മാത്രം നീ ഒന്നും പറഞ്ഞു തരില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ട്രെയിനിങ് എടുക്കുന്നു പറഞ്ഞ് അവനിപ്പോ മുൻപോട്ട് ഓടും. ഹിറ്റാച്ചി അവനെ തൂക്കിയെടുത്ത് ഇപ്പൊ തോളത്തിരുത്തി മുൻപോട്ട് നടന്നു പോകും. സാസുക ചിരിക്കും. അതുകൊണ്ട് ഹിറ്റാച്ചി, എന്തു പറ്റി, എന്തിനാ നീ ചിരിക്കണേ? ഒന്നുമില്ല, നാളെ ഞാൻ ആദ്യമായിട്ട് അക്കാദമിയിലേക്ക് പോവാണ്. ഞാൻ ഒത്തിരി ട്രെയിനിങ് ഒക്കെ എടുത്ത് നിന്നെ കഴിഞ്ഞും പവർഫുൾ ആവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത അൻബു ബ്ലാക്ക് ഓപ്സിലെ ഒരു സോൾജിയർ ഇപ്പൊ ഹിറ്റാച്ചിയെ കാണാൻ വരും. ഒന്നും മിണ്ടരുത്, ഞാൻ പറയുന്ന മാത്രം നീ കേട്ടാ മതി. ഈ ഒരു ടോപ്പ് മിഷൻ അത് നീ ഒറ്റയ്ക്ക് ചെയ്യണം. അതിന് ഹിറ്റാച്ചി, ഞാൻ ഒറ്റയ്ക്കോ? എന്നെ കൊണ്ട് ഒരിക്കലും അത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. അതിനവൻ എന്തൊക്കെയോ പറഞ്ഞ് ഇപ്പൊ ഹിറ്റാച്ചിയോട് ദേഷ്യപ്പെട്ട് അവിടുന്ന് കടന്നു പോവും. കട്ട് ചെയ്ത വീട്ടിലെത്തുമ്പോ ഹിറ്റാച്ചിയുടെ പപ്പ പറയും, അടുത്ത ദിവസം നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് വലിയൊരു മിഷൻ അത് നടത്താനുണ്ട്. അതിന് ഹിറ്റാച്ചി പറയും, ആ ദിവസം ഒരു ടോപ്പ് ലെവൽ മിഷൻ ഉണ്ട്, അതുകൊണ്ട് ഉറപ്പായിട്ടും എനിക്ക് ആ മിഷൻ ചെയ്തേ പറ്റൂ. അതിനവന്റെ പപ്പ പറയും, ഹിറ്റാച്ചി, ഇപ്പൊ നീയാണ് നമ്മുടെ ഗ്രാമത്തിൽ വെച്ച് ഏറ്റവും പവർഫുൾ, നീ ഉറപ്പായിട്ടും എന്റെ കൂടെ വരണം. ഈ ഒരു മിഷനെ കഴിഞ്ഞും വലുതായിട്ട് നിനക്ക് എന്താ ഉള്ളേന്ന് ചോദിക്കുമ്പോ അതിന് ഹിറ്റാച്ചി പറയും, കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്, ഇതൊരു ടോപ്പ് സീക്രട്ട് മിഷനാണ്. കട്ട് ചെയ്താ ഇപ്പൊ സാസുക പറയും, നിന്നെ ഓർത്താണ് പപ്പയ്ക്ക് എപ്പോഴും ഒരുപാട് അഭിമാനം. എന്നെക്കുറിച്ച് പപ്പ ഒരിക്കൽ പോലും ചിന്തിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നെക്കുറിച്ച് ഓർത്തിട്ടോ, അതൊക്കെ നിന്റെ വെറും തോന്നലാണ്. കുറച്ച് നാൾ കഴിഞ്ഞ് നീയും എന്നെ കഴിഞ്ഞ് മിടുക്കനാവും. അപ്പ അച്ഛൻ നിന്നെക്കുറിച്ച് ഓർത്തും ഒരുപാട് അഭിമാനിക്കും. മാത്രമല്ല, ഈ നിഞ്ചയായിരിക്കുന്നത് അത്ര രസമുള്ള കാര്യമൊന്നുമല്ല, അത് വളരെ ടെൻഷനേറിയ ഒരു കാര്യമാണ്. അപ്പൊ ആ സമയത്ത് ഇപ്പൊ ഉച്ചിഹ പോലീസുകാര് അവരവിടേക്ക് വരും. എന്നിട്ട് ഹിറ്റാച്ചിയോട് പറയും, ഇന്നലെ നടന്ന മീറ്റിംഗില് നിങ്ങൾ രണ്ടുപേരാണ് പങ്കെടുക്കാത്തത്. ഒന്ന് നീയും മറ്റൊരാള് ചീച്ചി ഉച്ചിഹായും. നിന്റെ അച്ഛന് നിന്നെക്കുറിച്ച് ഓർത്ത് ഒരുപാട് അഭിമാനാണ്. അങ്ങനെയുള്ള നീ എന്തുകൊണ്ടാണ് മീറ്റിംഗിൽ വരാതിരുന്നത്? അതിനവൻ പറയും, ഐ എം എക്സ്ട്രീംലി സോറി. ഓക്കെ, കുഴപ്പമില്ല, അടുത്ത മീറ്റിംഗ് മുതല് ഞാൻ കറക്റ്റായിട്ട് വരാം. ഇപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് കടന്നു പോകണം. അതിന് അവര് പറയും, ഞങ്ങൾക്ക് ചില കാര്യങ്ങള് നിന്നോട് ചോദിക്കാനുണ്ട്. ഉടനെ അവര് പറയും, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ചീച്ചി ഉച്ചിഹ, അവന്റെ ബോഡി ഇന്നലെ നദിയുടെ തീരത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. അവൻ മരിക്കും മുൻപ് എഴുതിയ ചെറിയൊരു നോട്ടാണിത്, അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അവര് പറയും, ഈ ലെറ്റർ ആരോ ഉച്ചിഹ കണ്ണുപയോഗിച്ച് കോപ്പി ചെയ്ത് എഴുതിയതാണ്. അതിൽ പറയുന്നത് ഉച്ചിഹ ക്ലാനിന് ഇനി ആയുസില്ലാന്നാണ്. ഉച്ചിഹ ക്ലാനിനെ ഫോളോ ചെയ്യാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. അവര് വീണ്ടും പറയും, ഓൾമോസ്റ്റ് എല്ലാവർക്കും അവനെ അറിയാം. അവനെ പോലെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാള് ഒരിക്കലും സൂയിസൈഡ് ചെയ്യില്ല. അത് കേട്ട് ഹിറ്റാച്ചി ചിരിക്കും. നിങ്ങൾക്കെങ്ങനെ അത് പറയാൻ കഴിയും? ഒരിക്കലും ഒരാളുടെ ഔട്ട്ലുക്ക് നോക്കി അയാളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. അത് കേട്ട ആ 3 ഉദ്യോഗസ്ഥന്മാരും ഇപ്പൊ ശരീരം കണ്ണുവെച്ച് ഹിറ്റാച്ചിയെ നോക്കും. അത് കണ്ട് ഹിറ്റാച്ചി ചോദിക്കും, അപ്പൊ നിങ്ങള് എന്നെ തന്നെയാണോ സംശയിക്കുന്നേ? അതിനവര് പറയും, സംശയമല്ല, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, അത് നീ തന്നെയാണ്. അത് കേൾക്കേണ്ട താമസം ഹിറ്റാച്ചി ആവട്ടെ അവന്റെ പവർ ഉപയോഗിച്ച് അവരെ അടിച്ച് തകർക്കും. അപ്പൊ ഒരു ഉദ്യോഗസ്ഥൻ അവൻ വിളിച്ചു പറയും, നീ അവസാനമായിട്ട് അൻബു ബ്ലാക്ക് ഓപ്സിൽ ചേർന്നതിൽ പിന്നെ സി ഉച്ചിഹ അവൻ നിന്നെ ഫോളോ ചെയ്തുകൊണ്ടേയിരുന്നു. അതിനുശേഷം പിന്നീട് അവന്റെ ഡെഡ് ബോഡിയാണ് ഇപ്പൊ എല്ലാവരും കാണുന്നത്. അത് കേട്ട് ഹിറ്റാച്ചി അവൻ വീണ്ടും വീണ്ടും അവരെ തല്ലി തല്ലി ഇപ്പൊ കൊല്ലാണ്. അപ്പൊ ഹിറ്റാച്ചിയുടെ പപ്പ അവിടേക്ക് വരും. സ്റ്റോപ്പ് ദ ഫക്ക്, നീ എന്താ ചെയ്യണേ? കുറച്ച് ദിവസമായിട്ട് നിന്റെ പെരുമാറ്റത്തില് നല്ല മാറ്റമുണ്ട്. ശരിക്കും എന്തുകൊണ്ടാണ് ഇന്നലത്തെ മീറ്റിംഗില് നീ വരാതിരുന്നത്? അതിനവൻ പറയും, എന്റെ നെക്സ്റ്റ് ലെവൽ പ്രാക്ടീസ്, അതിനുവേണ്ടി ഞാനൊരു ഇടം വരെ പോയിരുന്നു. അവനൊരു കത്തി വലിച്ചെറിഞ്ഞ്, എന്നെ കൊണ്ട് പറ്റില്ല, ഈ ക്ലാനിൽ തന്നെ എന്റെ കഴിവുകളെ അടച്ചിട്ട് ഇവിടെ ജീവിച്ചു തീർക്കാൻ. അപ്പൊ ദൂരത്തുനിന്നായിട്ട് ഇപ്പൊ സാസുക അവൻ ഹിറ്റാച്ചിയെ കണ്ടുടനെ, ചേട്ടാ എന്താ പറ്റിയേ, എന്താ ഇവിടെ പ്രോബ്ലം ചോദിക്കുമ്പോ ഹിറ്റാച്ചി ആവട്ടെ അവൻ തല കുനിച്ച് ഇപ്പൊ അവരോട് എല്ലാവരോടും മാപ്പ് ചോദിക്കാൻ തുടങ്ങും. അത് കണ്ട് ഹിറ്റാച്ചിയുടെ പപ്പ പറയും, ദയവ് ചെയ്ത്
നിങ്ങൾ അവനോട് ക്ഷമിക്കണം. അവനെ കൊണ്ട് ഒരിക്കലും ആരെയും കൊല്ലാൻ കഴിയില്ല. ഇനി മുതല് അവനെ ഞാൻ ശ്രദ്ധിച്ചോളാം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ഹിറ്റാച്ചിയുടെ പപ്പയാവട്ടെ അവനെയും കൂട്ടിക്കൊണ്ട് ഇപ്പൊ വീടിന്റെ അകത്തേക്ക് പോവും. ഹിറ്റാച്ചി ആവട്ടെ സാസുകയെ കണ്ട ഉടനെ ഇപ്പൊ മങ്കിക്കു ശരീരം കണ്ണ് അത് തുറന്ന് അവനെ തുറിച്ചു നോക്കും. ഹിറ്റാച്ചി റൂമിലേക്ക് പോയി ഇപ്പൊ എന്തൊക്കെയോ കാര്യമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവന്റെ അമ്മ വന്ന് ഇപ്പൊ ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കും. പക്ഷെ ഹിറ്റാച്ചി അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ തന്നെ ഇരിക്കും. ഹിറ്റാച്ചി അവൻ ആ ലെറ്റർ അത് ചുരുട്ടിക്കൂട്ടി ഇപ്പൊ വലിച്ചെറിയും. അവൻ നിഞ്ച ടൂൾസ് എടുത്ത് ഇപ്പൊ യുദ്ധത്തിന് തയ്യാറെടുക്കും. പിന്നെ ഒന്നും നോക്കില്ല, അവന്റെ ക്ലാനിലുള്ള എല്ലാവരെയും അവനിപ്പോ അറഞ്ചം പൊറഞ്ചം വെട്ടിയെറിയാണ്. അപ്പോഴായിരിക്കും സാസുക ആദ്യമായിട്ട് അക്കാദമിയിൽ പോയി ഇപ്പൊ തിരികെ വരിക. അവൻ കുറെ മുൻപോട്ട് നടക്കുമ്പോ തന്നെ അവന് മനസ്സിലാവും അവനെ ആരോ നോട്ടം ഇടുന്നുണ്ടെന്ന്. ഗ്രാമത്തിൽ ഒരുപാട് പേര് ഇപ്പൊ മരിച്ചു കിടക്കുന്നത് കാണുമ്പോ അവൻ പേടിച്ചു വിറയ്ക്കും. അവൻ വീട്ടിലേക്ക് ഓടി വരുമ്പോ അവന്റെ ചേട്ടനെ കാണും. എന്തു പറ്റി? നമ്മുടെ അച്ഛനും അമ്മയും അവരെവിടെയെന്ന് അവനിപ്പോ ഹിറ്റാച്ചിയോട് ചോദിക്കും. ഉടനെ ഹിറ്റാച്ചി അവന്റെ മങ്കിക്കു ശരിങ്ങ കണ്ണുപയോഗിച്ച് അവൻ ചെയ്ത എല്ലാ ക്രൂരതകളും ഇപ്പൊ സാസുകയ്ക്ക് കാണിച്ചു കൊടുക്കും. അതിന് സാസുക എനിക്ക് കാണണ്ട, ദയവ് ചെയ്ത് എന്നെ വെറുതെ വിട്. സാസുകയ്ക്ക് അത് ഇപ്പൊ ഒരുപാട് നേരം കണ്ടു നിൽക്കാനാവില്ല. അവൻ തലചുറ്റി ഇപ്പൊ താഴേക്ക് വീഴും. നീ എന്തിനു വേണ്ടിയാ, എന്ത് നേടാനാണ് ഇത്രയും വലിയ ക്രൂരത ചെയ്തത്? അതിന് ഹിറ്റാച്ചി പറയും, വെറുതെ എന്റെ എബിലിറ്റി അതൊന്ന് ചെക്ക് ചെയ്യാൻ. അതിന് സാസുക ഷോക്കായിട്ട്, നിന്റെ എബിലിറ്റി ചെക്ക് ചെയ്യാൻ സ്വന്തം ക്ലാനും സ്വന്തം അച്ഛനെയും അമ്മയും പോലും കൊന്നു കളയാണോ? നീ ഇത്രയും നാളും ഇങ്ങനെ ആയിരുന്നില്ല. നിനക്ക് എല്ലാവരോടും ഒരുപാട് സ്നേഹമായിരുന്നു. പെട്ടെന്ന് നിനക്ക് എന്താ സംഭവിച്ചേ? അതിന് ഹിറ്റാച്ചി പറയും, ഇത്രയും നാളും ഞാൻ നിന്റെ മുൻപിലും എല്ലാവരുടെയും മുൻപിലും അഭിനയിക്കുകയായിരുന്നു. നിനക്ക് മാത്രം നിന്റെ ജീവിതം ഞാൻ പിച്ചയായിട്ട് തരാണ്. ഓടി രക്ഷപ്പെട്ടോ. എന്നെപ്പോലെ എബിലിറ്റി അത് നിനക്കും ആവശ്യമാണെങ്കിൽ ഈ ഒരു മങ്കിക്കു ശരിങ്ങ കണ്ണ് അത് നിനക്കും തുറക്കണമെങ്കിൽ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ നീ കൊന്നുകളയണം. എങ്കിൽ തീർച്ചയായിട്ടും എന്നെപ്പോലെ ഇന്നല്ലെങ്കിൽ നാളെ നിനക്കും പവർഫുൾ ആയിട്ടുള്ള ഒരാളായി മാറാൻ കഴിയും. അത് കേട്ട് സാസുക ഷോക്കായിട്ട്, അപ്പൊ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് സീസി ഉച്ചിഹയെ അവനെ നീയാണോ കൊന്നത്? അതിന് ഹിറ്റാച്ചി ചിരിക്കും. അതെ, അതുകൊണ്ടാണ് എനിക്കിപ്പോ മങ്കിക്ക് ശരിങ്ങം കിട്ടിയത്. ഉച്ചിഹ ക്ലാനിന്റെ സീക്രട്ട് റൂമില് ഒരു സീക്രട്ട് ഡോക്യുമെന്റ് ഉണ്ട്. അത് നീ വായിക്കുകയാണെങ്കിൽ യഥാർത്ഥ വിഷ്വൽ ജിപ്സുവിന്റെ പവർ അത് മുഴുവൻ നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതുവരെ ഞാനടക്കം രണ്ടു പേർക്ക് മാത്രമേ മങ്കിക്കു ശരിങ്ങം കണ്ണ് അത് പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. മൂന്നാമത്തെ ആള് അത് നീയാണ്. അതുകൊണ്ട് മാത്രമാണ് നിന്റെ ജീവൻ അത് നിനക്ക് ഞാൻ ഭിക്ഷയായിട്ട് തരുന്നത്. നിനക്കെന്നാണോ മങ്കിക്കു ശരിങ്ങം കണ്ണ് അത് കിട്ടുന്നത് അന്ന് നീ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ എന്റെ അടുത്തേക്ക് വരണം. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ സാസുക അവൻ നടന്ന് ഹിറ്റാച്ചിയുടെ തൊട്ടടുത്തെത്തും. ഹിറ്റാച്ചി ആവട്ടെ അവൻ ഹായ് ആയിട്ടിരിക്കുകയാണ്. സാസുക നടന്ന് ഇപ്പൊ ഹിറ്റാച്ചിയുടെ തൊട്ടടുത്തെത്തുമ്പോ ഹിറ്റാച്ചി ചാടി എഴുന്നേറ്റ് അവനെ ചവിട്ടിക്കൂട്ടി വലിച്ചു മടക്കി അവന്റെ കൈ പിടിച്ച് തിരിച്ച് ഇപ്പൊ അങ്ങനെ മടക്കി ലോക്ക് ചെയ്യും. പക്ഷെ സാസുക അവനിപ്പോ പഴയ സാസുകയല്ല. അവൻ ഹിറ്റാച്ചിയെ വെട്ടിത്തിരിപ്പിച്ച് ചിത്തോരി സ്ട്രീം ഉപയോഗിച്ച് ഇപ്പൊ അവനെ വെട്ടാനായിട്ട് ഓടിയെടുക്കും. അത് കണ്ട് ഹിറ്റാച്ചി ആവട്ടെ അവൻ ഉഷാറായിട്ട് ഓടും. പക്ഷെ ഗെഞ്ചിപ്സ് ഉപയോഗിച്ച് സാസുക അവനെ ലോക്ക് ചെയ്ത് പിടിച്ച് അവന്റെ സ്ക്വാഡ് അതെടുത്ത് ഹിറ്റാച്ചിയുടെ വയറ്റിൽ തന്നെ കുത്തി അങ്ങോട്ട് കയറ്റും. അത് കാണുമ്പോ ഹിറ്റാച്ചി ഷോക്കായിട്ട്, യഥാർത്ഥത്തിൽ നീ ഇപ്പൊ ശരിക്കും പവർഫുൾ ആയി. അപ്പൊ സാസുക, എനിക്ക് അവസാനമായിട്ട് ഒരേ ഒരു ചോദ്യം മാത്രമാണ് നിന്നോട് ചോദിക്കാനുള്ളത്. അപ്പൊ ഉടനെ ഹിറ്റാച്ചി അവന്റെ കൈ ചൂണ്ടി ഇപ്പൊ ലെഫ്റ്റ് സൈഡിലേക്ക് കാണിച്ചു കൊടുക്കും. അപ്പൊ ആ ഒരു ചെയറില് ഇപ്പൊ ഹിറ്റാച്ചി അവൻ ഹായ് ആയിട്ടിരിക്കുകയാണ്. അവൻ ഗെഞ്ചിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ നമ്മുടെ ആളെ പറ്റിച്ചു. ഓറോച്ചിമാറു ചിരിച്ചിട്ട്, നിനക്ക് എന്തോ ഒന്ന് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ, നീ ധൈര്യമായിട്ട് ചോദിക്കുന്നു പറയുമ്പോ ഇപ്പൊ ഒരു കത്തി അവന്റെ വയർ തുളച്ച് പുറത്തേക്ക് വരും. അതാരാണെന്ന് നോക്കിയാ സാക്ഷാൽ സാസുക. അവൻ ഒറോച്ചിമാറുവിന്റെ ഗെഞ്ചിപ്സ് ഉപയോഗിച്ച് ഹിറ്റാച്ചിയെ ഇപ്പൊ പിന്നിൽ നിന്ന് കുത്തി. അപ്പൊ ഹിറ്റാച്ചി അവൻ ചോദിക്കും, നീ എന്തുകൊണ്ടാണ് എന്റെ വൈറ്റൽ സ്പോട്ടില് കത്തി കൊണ്ട് കുത്താത്തത്? അപ്പൊ അതേസമയം സാസുക അവൻ ഫ്ലാഷ് ബാക്കില് ഹിറ്റാച്ചി പറഞ്ഞ ആ ഒരു കാര്യം ആലോചിക്കും. നീയും എന്നെ പോലെ ഈ ഒരു മങ്കിക്കു ശരിങ്ങ കണ്ണ് അത് ഓപ്പൺ ചെയ്യണം. കട്ട് ചെയ്താ ഇപ്പൊ സാസുക ചോദിക്കും, നമ്മൾ രണ്ടുപേരും കൂടാതെ മൂന്നാമത് ആ ഒരു മങ്കിക്കു ശരിങ്ങ കണ്ണ് അത് തുറന്നത് അതാരാണെന്ന് ചോദിക്കും. അതിന് ഹിറ്റാച്ചി പറയും, അത് നിനക്കറിയേണ്ട ആവശ്യമില്ല. ഈ ചോദ്യം നീ ഇപ്പൊ എന്തിനാ ചോദിക്കണേ? അതിന് സാസുക പറയും, തീർച്ചയായിട്ടും അവൻ നിന്റെ കമ്പാനിയൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ കൊന്നുകളയണം. അതിന് ഹിറ്റാച്ചി പറയും, അത് മറ്റാരുമല്ല, സാക്ഷാൽ മാതുറ ഉച്ചിഹ. അതിന് സാസുക ഷോക്കാവും. കാരണം ഈ ഒരു പേര്
അവൻ മുൻപ് എവിടെയോ കേട്ടിട്ടുണ്ട്. അവൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അവൻ ആലോചിക്കും. അപ്പോഴായിരിക്കും സാസുകയ്ക്ക് പിടികിട്ടുക നയൻ ടെയിൽ ഫോക്സ് ആണ് ഈ ഒരു പേര് അതാദ്യമായിട്ട് പറഞ്ഞത്. അവനാണ് ഹിഡൻ വില്ലേജിന്റെ വൺ ഓഫ് ദ ഫൗണ്ടർ. അതൊക്കെ ആലോചിച്ച് ഇപ്പൊ നമ്മുടെ ആൾ ഷോക്കായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.